മലയാളത്തിൻ്റെ പ്രിയ നടി കൽപ്പന നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഹൈദരാബാദ് അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്, സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും മനു ചേരുകയാണ്. മനു, മലയാളികളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ വിയോഗമുള്ള, ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നടി കൽപ്പനയുടെ വിയോഗം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ MTയുടെ മഞ്ഞിലൂടെ സിനിമാ ലോകത്തെത്തുകയും അഭ്രപാളിയിലെത്തുകയും ഞാൻ തനിച്ചല്ല എന്ന സിനിമയിലൂടെ സഹനടിക്കുള്ള ദേശീയ അവാർഡുകളടക്കം ഒട്ടേറെ അവാർഡുകൾ വാരിക്കൂട്ടുകയും അതിനേക്കാൾ ഉപരി ജനഹൃദയങ്ങളിൽ എന്നും ഒരു നല്ല കലാകാരി എന്നുള്ള അംഗീകാരം നേടിയെടുക്കുകയും ചെയ്ത കൽപ്പനയുടെ വിയോഗം. ആശുപത്രിയിൽ നിന്നും മറ്റ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ മലയാള സിനിമയ്ക്ക് ഒരു തീരാത്ത നഷ്ടമാണ് കൽപ്പനയുടെ വിയോഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെയാണ് കൽപ്പനയെ അവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രി എത്തിക്കുമ്പോഴേക്കും കൽപ്പന മരിച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൽപ്പനയുടെ മൃതദേഹം ഇന്ന് വൈകിട്ട് തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നും അറിയാൻ കഴിയുന്നു. മറ്റു നടപടിക്രമങ്ങളൊന്നും ആശുപത്രിയിൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിലാണ് നമുക്ക് കൽപ്പനയുടെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇത്ര മാത്രമാണ്. നമ്മൾ ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ ഇതിൽ ഹൃദയസ്തംഭനത്തിൻ്റെ കാര്യം ഇതുവരെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ഈ കാര്യം സംബന്ധിച്ച്. എന്നാലും അതായിരിക്കാം മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതായാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. നാഗാർജുനയോടും കാർത്തിയോടുമൊപ്പം അഭിനയിക്കുന്ന ഒരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് കൽപ്പന ഹൈദരാബാദിലെത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി കൽപ്പന ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു. കൽപ്പനയ്ക്ക് നേരത്തെയും ഹൃദയസ്തംഭനം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല. ഇന്ന് പുലർച്ചെയോടെ കൽപ്പനയുടെ മരണം സംഭവിക്കുകയായിരുന്നു. 50-ാം വയസ്സിലാണ് കൽപ്പന നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 300ഓളം സിനിമകളുമായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി തീർന്ന ഒരു അപൂർവ പ്രതിഭയുള്ള അഭിനേത്രി എന്നൊക്കെ നമുക്ക് കൽപ്പനയെ വിശേഷിപ്പിക്കാം. ഇതുവരെ കൽപ്പനയുടെ മരണം സംബന്ധിച്ച് ആ ഒരു ഞെട്ടലിൽ നിന്ന് മലയാള സിനിമാ ലോകം മുക്തനായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ബന്ധപ്പെടുന്ന ഓരോരുത്തരും ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം ഞെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത്തരത്തിൽ എല്ലാവരുമായും വളരെയധികം അടുത്ത ആത്മബന്ധം ഈ സിനിമാ ലോകത്തിൽ സാധാരണ കുറവായ തരത്തിലുള്ളൊരു ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന അപൂർവം ചില കലാകാരികളിൽ ഒരാളായിരുന്നു കൽപ്പന. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നവരെല്ലാം കൽപ്പനയുടെ മരണവാർത്ത വളരെയധികം വേദനയോടെയും ഞെട്ടലോടെയുമാണ് കേൾക്കുന്നത്. നേരത്തെ മണിയമ്പിള്ള രാജു ഒക്കെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിലായിരുന്നു കൽപ്പനയെ കണ്ടിരുന്നത്. ഒരുപാട് വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കൽപ്പന അതിനെയെല്ലാം തൻ്റെ അഭിനയ ജീവിതം കൊണ്ട് മറികടക്കുകയായിരുന്നു. ആ സിനിമയിൽ എപ്പോഴും കൽപ്പനയെ നമ്മൾ എപ്പോഴും കണ്ടിരുന്നത് ചിരിച്ച മുഖത്തോടെ, വളരെയധികം ഊർജ്ജസ്വലതയോടെയാണ് കണ്ടിരുന്നത്. ആ ഒരു ഊർജ്ജസ്വലത തന്നെയാണ് കൽപ്പനയുടെ ആ ഒരു വേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കോമഡി റോളുകളാണെങ്കിൽ പോലും വളരെയധികം ഒരു ചുറുചുറുക്കോടെ കൽപ്പന സ്ക്രീനിൽ നിന്ന് നിറയുന്ന കാഴ്ച ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. അതെല്ലാമാണ് ഇപ്പോൾ ഇനി അവസാനിക്കുന്നത്. 50-ാമത്തെ വയസ്സിൽ അകാലത്തിൽ ഒരു കൽപ്പന നമ്മെ വിട്ടുപിരിയുമ്പോൾ ബാക്കിയാകുന്നത് അവർ അഭിനയിച്ചു പോയ റോളുകളും നൽകിയ ആ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചില സമയങ്ങളിൽ കണ്ണുനീരണിയിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആ ഓർമ്മകൾ മാത്രമാണ്. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങളോടെ നിൽക്കുകയാണ് മലയാള സിനിമാ ലോകം എന്ന് തന്നെ വേണം ഇപ്പോൾ. അതോടൊപ്പം തന്നെ മലയാള സിനിമകൾക്ക് ഉപരിയായി തമിഴും കന്നഡയും ഇപ്പോൾ തെലുങ്കിലും വരെ എത്തിയിരിക്കുകയാണ് ആ അതുല്യ പ്രതിഭയുടെ അഭിനയ ചാരുത. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു അഭിനയ ജീവിതത്തെക്കുറിച്ചുകൂടി നമുക്ക് എങ്ങനെ അനുസ്മരിക്കാം? തീർച്ചയായിട്ടും സുരേഷ് സൂചിപ്പിച്ച പോലെ മലയാളമൊക്കെ കടന്ന് കൽപ്പന വളർന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. തെന്നിന്ത്യൻ സിനിമയിലെ ഒരു ഒഴിവാക്കപ്പെടാനാകാത്ത താരം എന്ന നിലയിലേക്ക് കൽപ്പന വളർന്നിരിക്കുന്നു. കൽപ്പനയുടെ തുടക്കം തന്നെ മഞ്ഞിലും പോക്കുവെയിലും ഒക്കെ അഭിനയിച്ചതിന് ശേഷം അത് കൽപ്പന എന്ന താരത്തിൻ്റെ അല്ലെങ്കിൽ നടിയുടെ വരവറിയിച്ച ചിത്രമായിരുന്നു. എന്നാൽ കൽപ്പന എന്ന പേര് തെന്നിന്ത്യ ഒട്ടാകെ അറിയപ്പെടുത്തിയത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സതി ലീലാവതി, ഭാഗ്യരാജിൻ്റെ ഒപ്പം തന്നെ ചിന്ന വീട് തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു. ഈ സിനിമകളിലൂടെയാണ് തമിഴകത്തേക്ക് കൽപ്പന കടന്നു വരുന്നത്. പിന്നീട് ആ പേര് കന്നഡത്തിലേക്കും തെലുങ്കിലേക്കും ഒക്കെ വളർന്നു. വളരെയധികം, അതായത് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിൽ പോലും ഒരു അവിഭാജ്യ ഘടകമായി കൽപ്പനയെ ശുപാർശ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു തെന്നിന്ത്യൻ സിനിമയ്ക്ക്. കമൽഹാസൻ്റെ സിനിമയിലാണെങ്കിലും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമയിലാണെങ്കിൽ പോലും ഇപ്പോൾ നാഗാർജുനയുടെ സിനിമയിലേക്കൊക്കെ കൽപ്പന എത്തുന്നത് അങ്ങനെ തന്നെയായിരുന്നു. മഞ്ഞ എന്ന മലയാളത്തിൻ്റെ എക്കാലത്തെ മഹാനായ തിരക്കഥാകാരൻ MTയുടെ ആ ചിത്രത്തിലൂടെയാണ് കൽപ്പന അഭിനയ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് മലയാളത്തിൻ്റെ മഹാനായ സംവിധായകൻ അരവിന്ദൻ്റെ പോക്കുവേലിൽ അഭിനയിച്ചു. ഒപ്പം പിന്നീട് തമിഴകത്തേക്ക് സതി ലീലാവതി, ചിന്ന വീട് തുടങ്ങിയ സിനിമകളിൽ വരുന്നു. കളിവീട്, സ്പിരിറ്റ്, അങ്ങനെ ഒരുപാട് 3 വിക്കറ്റിന് 365 റൺസ്, അരമന വീടും 500 ഏക്കറും, ഇത്തരത്തിൽ ചാർലി, കേരള കഫേ,
ഇന്ത്യൻ റുപ്പി തുടങ്ങിയ സിനിമകളിലൊക്കെ അവരുടെ പ്രകടനം എടുത്തു പറയുന്നതിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് സമ്മാനിച്ചത്. പ്രത്യേകിച്ചും കോമഡി നടി എന്ന പേരിൽ കൽപ്പന അറിയപ്പെട്ടിരുന്നെങ്കിൽ പോലും കൽപ്പനയുടെ റേഞ്ച് അതിനപ്പുറത്തേക്കൊക്കെ നിൽക്കുന്നതായിരുന്നു. അവർക്ക് കിട്ടിയ ചുരുക്കം ചില വേഷങ്ങളിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. പല സിനിമകളിലേക്കും കോമഡി റോളുകളിലേക്ക് മാത്രമായി വിളിക്കുമെങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ വളരെ അപൂർവമായ ചില ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചാർലി, ഒപ്പം തന്നെ ഇന്ത്യൻ റുപ്പിയിലെ മനോരോഗിയായ കഥാപാത്രത്തിൻ്റെ അമ്മ കഥാപാത്രം, കേരള കഫയിലെ കഥാപാത്രം, അത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ, സ്പിരിറ്റിലെ കുടിയനായ നന്ദുവിൻ്റെ ഭാര്യയായി എത്തുന്ന കഥാപാത്രം, ഇതൊക്കെ കൽപ്പന എന്ന നടിയുടെ റേഞ്ച് എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്ന ചിത്രങ്ങളായിരുന്നു. പി സുകുമാരൻ നായരുടെ ചിത്രത്തിലെ കഥാപാത്രം, ഇതൊക്കെയാണ് കൽപ്പന എന്ന നടിയുടെ റേഞ്ച് പുറത്തു കൊണ്ടുവന്ന ചിത്രങ്ങൾ. തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിലൂടെ 2012 മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരവും കൽപ്പനയെ തേടിയെത്തിയിട്ടുണ്ട്. ഒരു കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കൽപ്പന വരുന്നത്. നാടക പ്രവർത്തകരായ ചവറ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളാണ് കൽപ്പന. അവരുടെ സഹോദരിമാരായ ഉർവശിയും കലാരഞ്ജിനിയും തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന താരങ്ങളാണ്. കൽപ്പന രഞ്ജിനി എന്നായിരുന്നു കൽപ്പനയുടെ മുഴുവൻ പേര്. എന്നാൽ സിനിമയിൽ എത്തിയതിനു ശേഷം പിന്നീട് കൽപ്പന എന്ന് ചുരുക്കുകയായിരുന്നു. അങ്ങനെ തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കുടുംബം തന്നെയാണ് കൽപ്പനയുടേത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഉർവശിയും കലാരഞ്ജിനിയും ഇപ്പോഴും തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ്. അവരോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷേ ചില റോളുകളിൽ അവർക്ക് മുകളിലേക്കും എത്തിപ്പെട്ട നടി കൂടിയായിരുന്നു കൽപ്പന. ഒരു സിനിമയിൽ സഹനടിമാരുടെ റോള് എന്തെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തന്ന വ്യക്തിത്വം. കോമഡി റോളുകൾ ചെയ്യുമ്പോൾ പോലും ഹാസ്യ സാമ്രാട്ടുകളായ ജഗതി ശ്രീകുമാറിനും കുതിരവട്ടം പപ്പുവിനും ഇന്നസെന്റിനും ഒക്കെ കട്ടയ്ക്ക് നിൽക്കുന്ന റോളുകൾ ഇപ്പറേ സൈഡിൽ നിന്ന് സ്ത്രീ പക്ഷത്ത് നിന്ന് ചെയ്തിരുന്ന കൽപ്പന എന്നും അവരുടെയൊക്കെ റോളുകൾ ഇത്രയധികം വിജയിക്കാൻ ഒരു കാരണം അത് കൽപ്പനയുടേത് കൂടിയാണ്. ഒരുപക്ഷെ ജഗതി ശ്രീകുമാർ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അരമന വീടും 500 ഏക്കറും എന്ന സിനിമയിൽ കൽപ്പന ജഗതിയുടെ മകളായിട്ടാണ് അഭിനയിച്ചത്. ആ സിനിമയിലെ ഉജ്ജ്വല പ്രകടനമായിരുന്നു കൽപ്പന കാഴ്ചവെച്ചതെന്ന് ജഗതി പിന്നീട് ഒരു അഭിമുഖത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ച് കൽപ്പന മറയുകയാണ്. സുരേഷ്, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി കൽപ്പന നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. കേരളത്തെ തനിച്ചാക്കി ഞാൻ തനിച്ചല്ല എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് നേടിയ മലയാളത്തിൻ്റെ പ്രിയ നടി കലാഹൃദയമുള്ള ഓരോരുത്തരെയും തനിച്ചാക്കി ഇപ്പോൾ യാത്ര പറഞ്ഞിരിക്കുകയാണ്. 300ഓളം സിനിമകളിലൂടെ തെന്നിന്ത്യൻ ഭാഷ കീഴടക്കിയ അഭിനയ പ്രതിഭ കൽപ്പന ഇന്ന് രാവിലെയാണ് ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിൽ മരിച്ചത്. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 300ഓളം സിനിമകളിലൂടെ മലയാളവും തമിഴും കന്നഡയും തെലുങ്കും കടന്ന് ഭാഷയ്ക്ക് അതീതമായ സാന്നിധ്യമായി മാറിയ മലയാളത്തിൻ്റെ പ്രിയ നടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കലാകേരളമെന്ന് മനു ഒരിക്കൽ കൂടി ചിരിക്കുകയാണ്. മനു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിലെ താളപ്പിഴകൾ ഒന്നും അവരുടെ അഭിനയ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല.